മഞ്ജുളയുടെ പൂമാല. ശ്രീ ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ കിഴക്കേ അറ്റത്ത് ഒരു ആൽത്തറ നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഗുരുവായൂരപ്പൻ്റെ സന്നിധാനത്തിൻ്റെ അതിർത്തി രേഖയാണ് മഞ്ജുളാൽത്തറ. ആ മഞ്ജുളാൽത്തറ നിൽക്കുന്ന ആലിന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചുപോയ ഒരു കഥ പറയാനുണ്ട്. കണ്ണുനീറിൽ കുതിർന്ന ഒരു ഭക്തിയുടെ കഥ. മഞ്ജുള കണ്ടാൽ വളരെ സുന്ദരിയായിരുന്നു. അവൾക്ക് ഏറിയാൽ 20 വയസ്സോളം പ്രായമുണ്ടായിരുന്നു. മഞ്ജുള ജന്മനാലെ ശ്രീകൃഷ്ണ ഭക്തിയുള്ള ഒരുവളായിരുന്നു. അവൾ തനിച്ചാണ് വളരേണ്ടിയിരുന്നത്. ജാതിയിൽ തൊട്ടുകൂട്ടാത്തവൾ, പിന്നോക്ക സമുദായക്കാരി. മാത്രമല്ല അവൾ പറച്ചിയുമായിരുന്നു. പറയ വംശത്തിൽ ജനിച്ച മഞ്ജുളയുടെ ഏകാന്ത വസതി സ്ഥിതി ചെയ്തത് ഇന്നത്തെ ഹരികനിയൂർ എന്ന സ്ഥലത്തിനടുത്തുള്ള ഹരികന്യകാപുരത്തായിരുന്നു. ഹരികന്യകയെ ഭജിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അവൾ അമ്പാടിയിലെ കിരോശനായ ശ്രീകൃഷ്ണനെ കുറിച്ച് സ്വപ്നം കാണുന്നത്. അമ്പാടിയിലെ കണ്ണൻ അവളുടെ മാനസ ക്ഷേത്രത്തിൽ വെച്ച് അനുദിനമെന്നോളം വളർന്നു വന്നു. പ്രായപൂർത്തിയെത്തിയ ഉണ്ണികൃഷ്ണൻ മഞ്ജുളയുടെ മണിയറ വാതിൽക്കൽ വന്ന് മുട്ടി വിളിച്ച് ഓടക്കുഴലൂതിക്കൊണ്ട് പലതവണ കടന്നുപോയി. മഞ്ജുള കണ്ണു തുറന്ന് നോക്കുമ്പോഴേക്കും താൻ സ്വപ്നത്തിൽ കണ്ട തൻ്റെ കുടിലിൻ്റെ വാതുക്കൽ വന്ന് മുട്ടി വിളിച്ച കൃഷ്ണനെ കാണാതെ ഉഴറി. മഞ്ജുള അന്വേഷിക്കുന്ന ആ യുവകോമളനും തൻ്റെ ആരാധനാമൂർത്തിയുമായ ഉണ്ണിക്കണ്ണൻ എവിടെയാണ് താമസം? അവൻ ഏത് നാട്ടിലാണ് ഒളിച്ചിരിക്കുന്നത്? കുറ്റിക്കാട്ടുകൾക്കിടയിൽ പശുവിനെ മേയിച്ച് ഓടക്കുഴലൂതി നടക്കുന്ന ഈ കരുമാടിക്കുട്ടനെ സ്വന്തം കണ്ണുകൊണ്ട് കാണാൻ എന്താണ് ഒരു വഴി? മഞ്ജുള തലപുകഞ്ഞ് ആലോചിക്കാൻ തുടങ്ങി. ഉറക്കം വരാത്ത രാത്രികൾ ഓരോന്നായി തള്ളി നീക്കി. അവൾ അസ്വസ്ഥത ചിത്തയായി വളരെയേറെ കണ്ണുനീർ ചൊരിഞ്ഞു. ഒരു ദിവസം രാത്രി ഉണ്ണികൃഷ്ണൻ അവളുടെ ചെകിട്ടിൽ മന്ദിച്ചു. ഇവിടെ നിന്നും 3 നാഴിക ദൂരം പടിഞ്ഞാട്ട് വെച്ചാൽ ഗുരുവായൂർ എന്നു പേരായ ഒരു പ്രമുഖ ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിനകത്താണ് ഇപ്പോൾ എൻ്റെ താമസം. മഞ്ജുളെ, നിനക്കവിടെ വന്നാൽ എന്നെ കാണാം. നീ വരുന്ന ദിവസവും പ്രതീക്ഷിച്ച് ഞാൻ കാത്തിരിക്കുന്നുണ്ടാവും. നീ വരാതിരിക്കരുത്. കൃഷ്ണൻ അവളുടെ സ്മൃതിപഥത്തിൽ നിന്നും മറഞ്ഞു. പതുക്കെ പറഞ്ഞുള്ള ആ വാക്കുകൾ മാത്രം മണിനാദം പോലെ മഞ്ജുളയുടെ ഉള്ളിൽ മുഴങ്ങി. സ്വകാര്യം പറയുന്നതിനിടെ അദ്ദേഹത്തിൻ്റെ ചുണ്ടുകൾ അവളുടെ കവിളിൽ പതിഞ്ഞതായുള്ള ഒരു സംശയവും തോന്നി. തൻ്റെ മാനസചോരനെ കണ്ടെത്തുവാനായി ഒരു ദിവസം മഞ്ജുള സന്ധ്യാസമയത്ത് ഗുരുവായൂരിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പായി തന്നെ അവൾക്ക് സംശയം തോന്നി തുടങ്ങി. താൻ എന്തു കൊടുത്താലാണ് തൻ്റെ കാമുകനായ ഭഗവാൻ തൃപ്തിപ്പെടുക? കദളിപ്പഴത്തിനോടും പട്ടുകോണകത്തോടും കുന്നിക്കുരുവിനോടും ഒരേപോലെ മമത പുലർത്തുന്ന അദ്ദേഹത്തിന് തനിക്ക് പ്രത്യേകമായി എന്ത് നൽകാനാണ് കഴിയുക? കുറച്ച് നെയ്യപ്പം ഉണ്ടാക്കി കയ്യിൽ വച്ചാലോ? അതവിടെ എത്തുമ്പോഴേക്കും കേടുവന്നു പോകുകയും. പറിച്ചുണ്ടാക്കുന്ന നെയ്യപ്പം ഉണ്ണികൃഷ്ണൻ തൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഭുജിക്കുമോ? വാസ്തവത്തിൽ തനിക്ക് നെയ്യപ്പം ഉണ്ടാക്കാൻ അറിയുമോ? ഏറിയാൽ അവൾക്ക് ഉണ്ടാക്കാൻ അറിയുന്ന ഏക പലഹാരം ചക്കരയപ്പം മാത്രമാണ്. കരിപ്പട്ടിയും ഉണക്കലവടി തവിടും കൂട്ടിക്കുഴച്ചുണ്ടാക്കുന്ന ചക്കരയപ്പം. അത് ഭഗവാന് കൊടുത്താലോ? അത് വേഗം കേടുവരുമോ? ഭഗവാന് തൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ചക്കരപ്പത്തിൻ്റെ രുചി ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? മഞ്ജുള അവസാനം തീർച്ചപ്പെടുത്തി. തൻ്റെ വകയായി ഭഗവാൻ ഒരു മാലയാണ് ചാർത്തുക. തെച്ചിമാല. അത് ഭഗവാന്റെ കഴുത്തിന് നല്ല ചേർച്ചയായിരിക്കും. കരിനീലകൃഷ്ണൻ്റെ കഴുത്തിൽ അണിയേണ്ട തെച്ചി ഉണ്ടമാല മഞ്ജുള കുളിച്ച് ശുദ്ധമായി വന്ന് സ്വന്തം കൈകൊണ്ട് തന്നെയാണ് മുഴുവനും കെട്ടിത്തീർത്തത്. ആ ഉപഹാരം അദ്ദേഹത്തിൻ്റെ കഴുത്തിലണിയാൻ ഭാഗ്യമില്ലെങ്കിൽ പാതാരവിന്ദത്തിനെങ്കിലും സമർപ്പിക്കണം. തെച്ചി ഉണ്ടമാല വാടാതിരിക്കാൻ വാഴപ്പൊളയിൽ പൊതിഞ്ഞ് തൻ്റെ ഇടതിങ്ങിയ മാറിൽ വെച്ച് 2 കൈകൊണ്ട് അമർത്തി പിടിച്ചാണ് മഞ്ജുള ചെമ്മൺപാതയിലേക്ക് നടന്നു നീങ്ങിയത്. മഞ്ജുളയും സുഭകയും നിർമ്മലയുമായ പെണ്ണിനെ പലരും ദാഹിക്കുന്ന കണ്ണുകളോടെ വഴിയരികിൽ നിന്നുകൊണ്ട് ഉറ്റുനോക്കി. അവരുടെ മുഖഭാവങ്ങൾ അത്ര പന്തിയല്ല എന്ന് ബോധ്യമായപ്പോൾ അവൾ തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള തൂമന്ദഹാസം ഒളിച്ചു വെച്ചുകൊണ്ട് സ്വപാദത്തിൻ്റെ തള്ളവിരലേക്ക് മാത്രം നോക്കിക്കൊണ്ട് തൻ്റെ മാനസചോരനെ മാത്രം ദാനിച്ചുകൊണ്ട് പതുക്കെ നടന്നു. ഏതോ ഒരു കറുത്ത കൂളച്ചെറുക്കൻ മഞ്ജുളയുടെ കയ്യിലെ വാഴപ്പോളയിൽ പൊതിഞ്ഞെടുത്ത തെച്ചി ഉണ്ടമാല കണ്ടപ്പോൾ എത്തിച്ചു നോക്കി. കണ്ണുകൊണ്ട് ഭാവചാബല്യങ്ങൾ കാട്ടി. ഒരു കണ്ണ് ഇറുക്കി അടച്ച് പുഞ്ചിരിച്ചു. അവൻ്റെ
ഏതോ ഒരു കറുത്ത കൂളച്ചെറുക്കൻ മഞ്ജുളയുടെ കയ്യിൽ വാഴപ്പോളയിൽ പൊതിഞ്ഞെടുത്ത തെച്ചി ഉണ്ടമാല കണ്ടപ്പോൾ എത്തി നോക്കി. കണ്ണുകൊണ്ട് ഭാവചാബല്യങ്ങൾ കാട്ടി. ഒരു കണ്ണ് ഇറുക്കി അടച്ച് പുഞ്ചിരിച്ചു. അവൻ്റെ തലയിൽ മഞ്ഞപ്പട്ടുകൊണ്ടുള്ള ഒരു കെട്ടുണ്ടായിരുന്നു. കഴുത്തിൽ ചരടിൽ ഒരു പുലിനകം കോർത്തു കെട്ടിയിരുന്നു. അരയിൽ സാധാരണ ഓട കൊണ്ടുള്ള ഒരു ഓടക്കുഴലുണ്ടായിരുന്നു. കണ്ണുകൾക്ക് നല്ല തിളക്കമുള്ള ആ ചെറുക്കൻ ഏതാണ്ട് ചൊവ്വലൂർ പടി മുതൽ കിഴക്കേ നടയിലുള്ള അതിർത്തി രേഖ വരെ അനുഗമിച്ചു. പിന്നീട് അവൻ എങ്ങോട്ടോ അപ്രത്യക്ഷനായി. അവൻ ആ പ്രദേശത്തുള്ള ഏതോ ഒരു ഇടയ ചെറുക്കനാണെന്നും അവന് നന്നായി ഓടക്കുഴൽ വായിക്കാൻ കഴിയുമെന്നും മഞ്ജുള മനസ്സിലാക്കി. അവൾ ആൽത്തറയുടെ അരികിൽ എത്തിച്ചേർന്നതോടെ അധികൃതർ മഞ്ഞപ്പട്ടെടുത്ത കാവൽക്കാർ മഞ്ജുളയെ തടഞ്ഞു. അവിടെ നിന്നങ്ങോട്ട് പറച്ചിയായ ഒരു പെണ്ണിന് ആൽത്തറ വരെ വരാൻ വിവാഹമുള്ളൂ. അവൾ ആൽത്തറയുടെ അരികിലെത്തിച്ചേർന്നതോടെ അധികൃതർ മഞ്ജുളയെ തടഞ്ഞു. അങ്ങോട്ട് പ്രവേശനമില്ല. പറച്ചിയായ ഒരു പെണ്ണിന് ആൽത്തറ വരെ വരാനുള്ള നിയമമേ ഉള്ളൂ. മാത്രമല്ല, പശുവിൻ്റെ ഇറച്ചി ആയതുകൊണ്ട് അവൾക്ക് ആൽത്തറ പോലും തൊടാനുള്ള അവകാശമില്ല. ഒരടി കൂടി മഞ്ജുള മുന്നോട്ട് വെച്ച് അവളുടെ കഴുത്ത് പിടിച്ച് വെളിയിൽ തള്ളി ചൊവ്വലൂർ പടി വരെ കടത്തിവിടും. അല്ലെങ്കിൽ ചാട്ടുകുളത്തിനപ്പുറം തള്ളിവിടും. മഞ്ജുള ഹതാശയായി. അവൾക്ക് പെട്ടെന്ന് ഒരുതരം ബോധക്ഷയം വരുന്നത് പോലെ അനുഭവപ്പെട്ടു. അവൾ ആൽത്തറയ്ക്ക് മുന്നിൽ വെറും തറയിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള കല്ലുവിളക്ക് തിരികൊളുത്തി നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. ഭഗവാനെ, ഞാൻ അങ്ങയുടെ കഴുത്തിൽ ചാർത്തുവാനായി കൊണ്ടുവന്ന ഈ മാല ഇവിടെ ചാർത്തുവാതെ എങ്ങനെ മടങ്ങിക്കൊണ്ടുപോകും? എൻ്റെ പൊന്നുണ്ണിക്കണ്ണ ഗുരുവായൂരപ്പ, അങ്ങ് കാരുണ്യവാരിധിയല്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടിരിക്കുന്നത്. എനിക്ക് അങ്ങയെ വന്ന് തൊട്ടടുത്ത് നിന്ന് കാണാനുള്ള സുഹൃത്തം പോലും ഇല്ലല്ലോ. ഞാൻ എന്തിനിങ്ങനെ ഈ വർഗത്തിൽ വന്ന് പിറന്നു? അങ്ങേക്ക് എന്നോട് പ്രേമമാണെന്നാണല്ലോ ചെകിട്ടിൽ വന്ന് മന്ത്രിച്ചത്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അങ്ങനെ തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. മഞ്ഞുള്ളയുടെ ഈ തേങ്ങിക്കരച്ചിലും ദീനവിലാപവും ആ വഴി നടന്നുപോയ ഒരു വൃദ്ധനായ ബ്രാഹ്മണൻ കേൾക്കുവാനിടയായി. ആ ബ്രാഹ്മണനാണ് പൂന്താനമെന്ന് പറയപ്പെടുന്നത്. വിഷാദ വിവശയും ഉത്തമ ഭക്തയുമായ ആ പെൺകുടിയുടെ വിലാപം കേട്ട് ദുഃഖിതനായ പൂന്താനം പറഞ്ഞു, മകളെ, നീ എന്തിനാണ് വിഷമിക്കുന്നത്? നിന്റെ ആഗ്രഹം ഭഗവാൻ അറിഞ്ഞു കഴിഞ്ഞു. അത് അദ്ദേഹം സാധിച്ചു തരാതിരിക്കില്ല. നീ നിന്റെ ഹൃദയകമലം ഈ ആൽത്തറയുടെ മുകളിൽ വച്ച് സമർപ്പിച്ച് തൊഴുതാൽ മതി. ഭഗവാൻ അത് സ്വീകരിക്കാതിരിക്കില്ല. എൻ്റെ ആഗ്രഹം അതുതന്നെയായിരുന്നു. പക്ഷെ ഞാനൊരു വാടാത്ത പൂമാല ഭഗവാന് ചാർത്തുവാനായി കെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്ന് ചാർത്തി കണ്ടാൽ മാത്രം മതി. എനിക്ക് അതിർത്തി വിട്ട് അങ്ങോട്ട് വരണമെന്നില്ല. ദീനമനസ്കനായി വീണ്ടും മഞ്ജുള കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് വൃദ്ധബ്രാഹ്മണനോട് കെഞ്ചി, എനിക്ക് അത്രയും ഭക്തിയും വിശ്വാസമുണ്ടെങ്കിൽ നീ ഈ മാല ആൽത്തറയുടെ മുകളിൽ വെച്ച് സാഷ്ടാംഗം നമസ്കരിച്ചാൽ മതി. ഈ ആൽത്തറയുടെ മുകളിൽ പടർന്നു നിൽക്കുന്ന കല്ല് നീ ശിരസ് മുട്ടിച്ച് അത് ഭഗവാൻ പാന്താരബിന്ദങ്ങളാണെന്ന് സങ്കല്പിച്ച് തൊഴുതാൽ മതി. ആ മാല ഭഗവാന്റെ കഴുത്തിൽ തന്നെ ചെന്ന് വീഴും. അതെവിടെയും തങ്ങില്ല. സംശയിക്കേണ്ട. തലകുനിച്ചോളൂ, കുമ്പിട്ട് കരഞ്ഞോളൂ. അദ്ദേഹം നിന്നെ കാണാതെ പോവുകയില്ല. തിരുമേനി അവളെ സമാധാനിപ്പിച്ചു. അദ്ദേഹം നേരെ വടക്കോട്ട് തിരിഞ്ഞു നിന്നു. പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ വച്ച് നടക്കുന്ന അത്താഴമൂട്ടിൻ്റെ മൃഷ്ടാന ഭോജനത്തിനായി അദ്ദേഹം തിരക്കിട്ടു പോകുന്നതിനിടയിലാണ് മഞ്ജുളയുടെ ദീനവിലാപം കേട്ടത്. അവൾ തിരുമേനി അരുൾ ചെയ്തതുപോലെ തന്നെ ഏകാന്ത ചിത്തയായി കരിനീല കൃഷ്ണൻ്റെ തേജോരൂപത്തെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് കണ്ണീരോടെ തൻ്റെ ഉപഹാരമായ തെച്ചി ഉണ്ടമാല ആൽത്തറയുടെ വേരിന് മുകളിൽ കുത്തിയുറപ്പിച്ചിട്ടുള്ള ശൂലത്തിൽ ചാർത്തി കല്ലുവിളക്കിനു വീണ്ടും തിരികൊളുത്തി പ്രാർത്ഥിച്ച് അന്ന് രാത്രി നിരാഹാരമായി അവിടെ തന്നെ കിടന്ന് ഒരുവിധം നേരം വെളുപ്പിച്ചു. പുലരാൻ 7:30 നാഴിക വെളുപ്പിന് ക്ഷേത്രത്തിൽ നിന്നുള്ള മണിയടിയേറ്റ് മഞ്ജുള കണ്ണു തുറന്നു. അവളൊരു വാർത്ത കേട്ടു. നിർമ്മാല്യ ദർശനത്തിന് നട തുറന്നപ്പോൾ മേൽശാന്തി എത്ര ശ്രമിച്ചിട്ടും ആ മാല വിഗ്രഹത്തിൻ്റെ കഴുത്തിൽ നിന്ന് പെട്ടെന്ന് ഊരിയെടുക്കാൻ സാധിക്കുന്നില്ല. ആ വിശേഷപ്പെട്ട മാല തലേന്ന് രാത്രി മഞ്ജുള എന്ന പറച്ചിപ്പെണ്ണ് കിഴക്കേ നടയിലെ ആൽത്തറയ്ക്ക് മുകളിലെ ആലിൽ അടച്ച ത്രിശൂലത്തിൽ കൊളുത്തിയ മാലയാണെന്ന് നിർമ്മാല്യ ദർശനത്തിയ
പൂന്താനത്തിന് ബോധ്യപ്പെട്ടു. പൂന്താനം അവിടെ കൂടിയ ജനങ്ങളോട് തലേന്ന് സന്ധ്യ കഴിഞ്ഞതിന് ശേഷം നേരം ഇരുട്ടിയ നേരത്ത് തൻ്റെ അനുഭവകഥ വിവരിച്ചു കൊടുത്തു. അവിടെ മഞ്ഞപ്പട്ടൊടുത്ത് നിന്നിരുന്ന കാവൽക്കാർക്ക് വേഗത്തിൽ സംഗതി പിടികിട്ടി. അവർ പൂന്താനം പറഞ്ഞതിനോട് 100% യോജിച്ചു. കാരണം പൂന്താനം ഒരിക്കലും നുണ പറയില്ലെന്ന് അവർക്കറിയാമായിരുന്നു. തങ്ങൾക്ക് പറ്റിയ തെറ്റിൽ അവളെ കൈയേറ്റം ചെയ്യാനൊരുങ്ങിയ അധികൃതർ ഖേദം പ്രകടിപ്പിച്ചു. മേലാൽ അത്തരം തെറ്റു പറ്റാതിരിക്കാൻ പരമാവധി ശ്രമിക്കാമെന്നും അവർ അദ്ദേഹത്തിന് വാക്കുകൊടുത്തു. അന്നു മുതൽക്കാണ് ഗുരുവായൂർ ക്ഷേത്രനടയിലെ അതിർത്തിയായി നിന്നിരുന്ന ആൽത്തറയ്ക്ക് മഞ്ജുളാൽ തറ എന്ന പേര് സിദ്ധിച്ചത്. ഭഗവത് സാന്നിധ്യം എപ്പോഴുമുള്ള ഒരു ശ്രീനികേതം എന്ന നിലയിൽ ഗുരുവായൂരപ്പൻ്റെ കിഴക്കേ നടയിലെ മഞ്ജുളാൽ വളരെയേറെ പ്രസിദ്ധമാണ്. ദിവ്യകാരുണ്യം വർഷിക്കുന്ന ശ്രീകൃഷ്ണ വിഗ്രഹത്തിൻ്റെ തിരുമുഖത്തു നിന്നും ഉദിക്കുന്ന പ്രകാശധോരണി ശ്രീ ഗുരുവായൂരപ്പൻ്റെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാൽ തറ വരെ കാണാമായിരുന്നു ഏതൊരു ഭക്തനും. എന്നാൽ ഇപ്പോൾ അവിടെ കല്യാണ മണ്ഡപവും ആസ്പെറ്റോസും മേന്ന് ആ നടപ്പുരയുടെ മേലാപ്പും ആ മനോഹര ദൃശ്യത്തെ കവർന്നെടുത്തു കളഞ്ഞിരിക്കുന്നു. മഞ്ജുള ഉപാസിച്ച ആ ആൽവൃക്ഷം 25 വർഷങ്ങൾക്ക് മുമ്പ് തീപിടുത്തം മൂലം കത്തിപ്പോയി. പിന്നീട് ഏതോ ഭക്തൻ കൊണ്ടുവന്ന് നട്ട ഒരു ആൽമരത്തെയാണ് ഇപ്പോൾ വൻവൃക്ഷമായി പടർന്നു നിൽക്കുന്നത്. ഈ ആലിൻ്റെ കൊമ്പത്ത് കെട്ടിത്തൂങ്ങി മരിച്ചാൽ പോലും അവന് ആത്മസാക്ഷാത്കാരം ലഭിക്കുമെന്ന് പറയപ്പെടുന്നു. 6-7 വർഷങ്ങൾക്ക് മുമ്പ് ഒരു യുവസിദ്ധൻ ഇങ്ങനെ മഞ്ജുളാലിൻ്റെ കൊമ്പിൽ കെട്ടിത്തൂങ്ങി പരസ്യമായി മരണം വരിച്ച സംഭവം പത്രത്തിൽ വന്നിരുന്നത് നിങ്ങൾ ആരെങ്കിലുമൊക്കെ വായിച്ചിരിക്കുമല്ലോ.